എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്, പുതിയവർക്കും പഴയവർക്കും എല്ലാം. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ വീഡിയോയുടെ കാര്യം പറയാം. ക്ലാരിറ്റി വീഡിയോ വ്യൂസൊക്കെ കുറവെന്ന് പറഞ്ഞാണേ. എനിക്ക് എൻ്റെ ഒരു ആൻറ്റി ഒരു മിനിറ്റ് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നേ. അപ്പോൾ അതിൻ്റെ നമുക്കറിയാം ഇത് ഇപ്പം ഈ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടേ. സ്കിപ്പാട് വന്നാൽ ആഡ് വന്നാൽ എല്ലാവരും സ്കിപ്പ് ചെയ്തു പോകും. അതാ മെയിൻ. അപ്പോൾ ഈ ആഡിൽ നമ്മുടെ ഒരു ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ അതിൻ്റെ അകത്തൊരു പരസ്യം വരുവാണെങ്കിൽ അത് മൊത്തം കാണുവാണെങ്കിലാണ് നമുക്കതിൻ്റെ ബെനിഫിറ്റ്. സ്കിപ്പ് അടിച്ച് പോയാൽ അത്രയും വരത്തില്ല. അത് അതൊക്കെ ആൻറ്റി അതൊരു വീഡിയോ എനിക്ക് ഇട്ടപ്പോൾ അതിൽ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെയാ കാര്യങ്ങൾ. ആൻറ്റി പറയുമായിരുന്നു എല്ലാവരോടും പറ, ആ പരിചയക്കാരോടെല്ലാം പരസ്യം സ്കിപ്പ് ചെയ്യല്ലേന്ന്. ചിലർ ആ പരസ്യം അങ്ങ് വെക്കും, ഫുള്ള് കണ്ടോട്ടെ എന്ന് പറയും, പോട്ടെ എന്നല്ല അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടത്തുള്ളെന്നുള്ള ചിന്തയിൽ കാണും. ചിലർ സ്കിപ്പ് ചെയ്യും. പിന്നെന്താ, പിന്നെ കമൻസ് കുറേ പേര് ചോദിക്കുന്നു ബെൻസി എന്താ വീഡിയോ ഇടാത്തേ. ഞാൻ അതിനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കമൻറ്റ് വന്ന് അടുത്ത വീഡിയോയിലൊന്ന് പറയണേന്ന്. കാരണം അവൾക്ക് ഈ അല്ലാതെ ഈ ബിസിനസ്സിൻ്റെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പം ആകുമ്പോൾ വീഡിയോ അവൾ എടുത്ത് പറയും. ഇന്നാലും ഞാനിത് വീഡിയോയിൽ ഇത് പറഞ്ഞാ പിന്നെ അവൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അതുകൂടൊക്കെ എടുക്കാൻ അവൾക്ക് സമയം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാനായിട്ട്. അതാ കാര്യം, അല്ലാതെ ഒന്നുമില്ല, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അത് വീഡിയോ കണ്ടു കാണത്തില്ലായിരിക്കും ഈ ചോദിച്ച ആൾ. ഇപ്പം വന്ന് പറഞ്ഞ വീഡിയോയിൽ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞേ. പിന്നെ ഈ ഇതിൻ്റെയൊക്കെ പരിപാടികളാകുമ്പോൾ ഈ കൊറിയർ ചെയ്യക്കവും പാക്കിങ്ങും അതൊക്കെ ആകുമ്പോൾ സമയം കിട്ടുന്നില്ല നമുക്ക്, അതുകൊണ്ടാണ്. പിന്നെ ഒരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി എന്നല്ല ആൻറ്റിന്നാന്നോ ചേച്ചിന്നാന്നോ ഒരു മോൾ ചോദിച്ച്. അത് USA തോന്നുന്നു. ചേച്ചിക്ക് ക്ഷീണവും ഒക്കെ വരുമോ ചേച്ചി, ഇത്രയും ജോലി എങ്ങനെ ചെയ്യുന്നേ? മോളെ എല്ലാവർക്കും ക്ഷീണമൊക്കെ വരും, ടയേർഡ്നെസ്സും വീക്ക്നെസ്സൊക്കെ. മനുഷ്യരെപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല. പിന്നെ ചിലർക്ക് ഈ വൈറ്റമിൻ D3 അതൊരു ഭയങ്കര മാരകമായ ഒരു പ്രോബ്ലമാണ്. അത് കുറവാണെങ്കിൽ, അത് എനിക്കും കുറവാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ കാലുകഴപ്പും വീക്ക്നെസ്സും ഒക്കെ വന്നോണ്ട് നോക്കിയോണ്ടേ എനിക്കും കുറവാണ്. അങ്ങനെ അതിൻ്റെ ആഴ്ചയിൽ ഒന്നല്ലേ ഒരു ഗുളിക കഴിക്കുന്നത് പോലുള്ളത് ഞാൻ കഴിച്ചതാണ്. വീണ്ടും അങ്ങനെ പ്രോബ്ലം വന്ന് ഡോക്ടറെ കാണിച്ചോണ്ടേ 5-6 മാസം കഴിഞ്ഞ് വീണ്ടും ആ കോഴ്സ് തന്നെ എടുക്കാൻ പറഞ്ഞു. ഉണ്ട്, നമ്മൾ പെണ്ണുങ്ങൾക്കെല്ലാം ഇത് ഒത്തിരി പെട്ടെന്ന് വരുന്നത് പെണ്ണുങ്ങൾക്കാണ്. അപ്പോൾ ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുത്തില്ല. ഇതിലങ്ങ് പറയുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ നല്ല. പിന്നെ ഏത് മനുഷ്യർക്കും പെണ്ണുങ്ങൾക്കൊക്കെ പിന്നെ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ടയേർഡ്നെസ്സും വീക്ക്നെസ്സൊക്കെ വരും, കിടക്കണമെന്നൊക്കെ തോന്നും. പിന്നെയും ആരും ഒന്നും ചെയ്തു തരാനില്ലല്ലോ എന്നുള്ള ചിന്ത വെച്ച് നോക്കുമ്പം നമ്മളങ്ങ് ജോലികളൊക്കെ ചെയ്യും. പിന്നെ ഒരു ഇച്ചിരി ആവതുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, മനസ്സ് വരത്തില്ല. എല്ലാവർക്കും ഉള്ളയാ. പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അസുഖം കൂടും. ആരും ഇല്ലെങ്കിൽ തന്നെത്താൻ ചെയ്താലെല്ലാം ഒക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങ് എണീറ്റെല്ലാം ചെയ്യും. ഞാൻ ആ മോളുടെ പറഞ്ഞല്ല, ഞാൻ അല്ലാതെ പറഞ്ഞ ആ മോക്കും ആരുമില്ല കേട്ടോ, ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളൊക്കെയാണ്. മോളെ എല്ലാം പറഞ്ഞത് ഞാൻ പൊതുവേ ഉള്ളവരുടെ കാര്യം പറഞ്ഞാണ്. അപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്നു. എനിക്കും ചിലപ്പോഴൊക്കെ എണീക്കണമെന്നൊന്നും തോന്നത്തില്ല. ചില ദിവസങ്ങളിൽ രാത്രിയിൽ ഉറക്കം കാണത്തില്ല. അപ്പം പിന്നെ രാവിലെ എണീക്കുമ്പോൾ അങ്ങ് ആകെ നമ്മൾ ഫ്രഷായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഫ്രഷ്നെസ് തോന്നുന്നത്. ഇതിപ്പോൾ അങ്ങനെയും കൂടെ ആകുമ്പോൾ പിന്നെ രാവിലെ എണീറ്റ് പിള്ളേർക്ക് ടിഫിനൊക്കെ ഉണ്ടാക്കണമെന്നുള്ള ചിന്ത കൊണ്ടങ്ങ് നമ്മൾ എണീക്കും. ഓക്കെ, പിന്നെന്താ? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അച്ചാറൊക്കെ വേണ്ടിയവർ ഞാൻ കമൻറ്റിൽ ചില വീഡിയോയിൽ ഞാൻ അങ്ങ് പിൻ ചെയ്യാൻ മറന്നു പോവും. വാട്സപ്പ് ചെയ്താൽ മതി, കൊറിയർ അയച്ചു തരുമേ. മീൻ ഇപ്പോൾ ഇല്ല, മീനൊരു 1/2 കിലോ എങ്ങാണ്ട് ഇരിപ്പുള്ളു. അല്ലാതെ ബീഫൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ച് പെട്ടെന്ന് ഇടാമല്ലേ, അതുകൊണ്ട്.
അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും മീൻ വാങ്ങിക്കുന്ന ഒരു മോളാണ്, എന്നെ ആൻറ്റീന്നാണ് വിളിക്കുന്നത്. ഇതിനി ബോംബെയിൽ അങ്ങനെ പഠിക്കാൻ വന്നതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും മീനച്ചാറേ വാങ്ങിക്കും. അന്നേരം അല്ലാതൊന്നും വാങ്ങിക്കും. അങ്ങനെ മീൻ ഒട്ടും ഇല്ലാതിരുന്ന മീൻ കഴിഞ്ഞിടെ മീൻ ഇട്ടോണ്ട് ഞാൻ പറഞ്ഞായിരുന്നു മോളെ അതിന് വില കൂടുതലാണ്, അങ്ങനെ അതിന് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ അവളുടെ പേരൻസിനും ആർക്കാണ്ടൊക്കെ അവരുടെ ബന്ധത്തിൽ തന്നെ ഉള്ളവർക്ക് ഒന്ന് രണ്ട് പേർക്ക് അത് വാങ്ങിച്ചു. അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആൻറ്റി ബീഫ് അച്ചാറാണോ നല്ലത് ചിക്കൻ അച്ചാറാണോ എന്ന്. ഞാൻ പറഞ്ഞു മോളെ പലർക്കും പല ടേസ്റ്റാണ്. ചിലർക്ക് ബീഫ് അച്ചാർ ഇഷ്ടമാണ്. എൻ്റെ ഇത് കൂടുതലും ചിക്കനേക്കായി വാങ്ങിക്കുന്ന മീനും ബീഫുമാണ്. അപ്പോൾ ചിക്കൻ ചുരുക്കമായിട്ടേ പോകത്തുള്ളൂ. അപ്പം ഞാൻ എന്തോ ഇതൊന്നോ എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്ന സ്ഥിരമൊന്നല്ല എന്ന് വെച്ചാൽ എന്നും ഒന്നും വാങ്ങിക്കുന്നില്ല. ഇപ്പോൾ 2 മാസം കൂടുമ്പോഴോ 1 മാസം കൂടുമ്പോഴൊക്കെ അവൾ ഈ മീനൊക്കെ ഇങ്ങനെ വാങ്ങിക്കും. അപ്പം ഞാൻ എന്തോ ഇതൊന്നോ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ബീഫ് അച്ചാർ ഒരു കൊച്ചൊരു സിപ്ലോക്കിലിട്ട് കൊടുത്ത്, പൈസയ്ക്കൊന്നല്ല അല്ലാതെ അവൾക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ. അപ്പോൾ അതിനോട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു ആൻറ്റി ഞാൻ ഇതുവരെയും കഴിച്ചിട്ട്, കാരണം ഇവിടെ ആ കൊച്ചു ഗുജറാത്തിൽ ജനിച്ച് വളർന്നേ, അപ്പോൾ അവിടെ ഒന്നും ഈ ബീഫ് ഇല്ലല്ലേ. അപ്പോൾ ആൻറ്റി ഞാൻ അതുകൊണ്ട് ബീഫ് ഒട്ടും ഞാൻ കഴിച്ചിട്ടില്ല, ഇനി ഞാൻ ചിക്കൻ ഒന്ന് വാങ്ങിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിക്കൻ നെക്സ്റ്റ് ഞാൻ ചിക്കൻ വാങ്ങിക്കാമെന്ന്. നമുക്കൊക്കെ ആണെങ്കിൽ ബീഫിനോടൊക്കെ ഭയങ്കര ഇതല്ലേ, നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ, അങ്ങനെയുള്ള ഒരിത്. ഓക്കെ, ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഇനി അടുത്ത പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ അകത്ത് ഇടണം. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചു. ഈസമോന് പോകാൻ സമയമായില്ല, ഇങ്ങനെ ഉണ്ട്. അപ്പോൾ രാവിലെ എന്താ പറയുന്നില്ലേ, രാവിലത്തെ ബഹളമെന്ന് പറഞ്ഞില്ലേ, കരിമ്പൻകാട്ടിൽ കയറിയ ആന ഇങ്ങനെ അതുപോലെ രാവിലത്തെ നമ്മുടെ പരിപാടികളും. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം പിന്നെ മീൻ ഇരിപ്പുണ്ടായിരുന്നു, അയല. അതും നല്ല ടേസ്റ്റുള്ള അയലയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലോട്ട് എടുത്തിടട്ടെ. എന്നിട്ട് തുണി കഴുകാനിട്ടിട്ടുണ്ട്. തുണി കഴുകി കഴിഞ്ഞ് അതിന് എളുപ്പം. പിന്നെ അരി കഴുകി അടപ്പത്തിടാനായിട്ട് അപ്പം അതൊന്ന് കഴുകിയെടുക്കട്ടെ. ഇന്നാണ് എന്നോട് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ചുമന്ന അരി കുത്തരി വാങ്ങിക്കുക, അതല്ലേ നല്ലതെന്ന്. കുത്തരി ഇവിടെ ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല, അതല്ലേ കുഴപ്പം. എനിക്ക് ഇഷ്ടമാണ്, അവർക്ക് ഈ വെള്ളയരി. അല്ലാതല്ലെങ്കിൽ ഇവിടുത്തെ കോളം. അതുകൊണ്ടാണ് പിന്നെ ഇതിലങ്ങ് ആക്കിയത്. ഈ വെള്ളയരിയും എല്ലായിടത്തും കിട്ടത്തില്ല. ഇവിടെ ഒരു കടയിൽ മാത്രമേ 2 കടയിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ആ കടയിൽ ഈ വെള്ളയരി അധികം ചിലവാകാത്തതുകൊണ്ട് പിന്നെ അവിടെ വരുത്തത്തില്ല. പിന്നെ ഈ ഒരു കടയിലേ ഉള്ളൂ എനിക്ക്. ഇവിടെയും മറ്റേ കടയിൽ ഈ ചെറുമണിയനുണ്ടല്ലേ, ആ റൈസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ എനിക്കങ്ങോട്ട് ഇഷ്ടമല്ല. ചോറ് വെച്ചിട്ട് ഇതാണെങ്കിൽ വേവുമ്പോൾ ഒരിത്തിരി വലിയ ചോറാവും, വലിയ ചോറാണ്. അതുകൊണ്ട് സ്ഥിരം ഈ പുള്ളിയെടുത്ത് ഞാൻ പറയും ഇത് വാങ്ങി. ഇന്നാളിൽ ആരോ എൻ്റെ അടുത്ത് ഇതിൻ്റെ പേര് ചോദിച്ചിട്ട് പേരറിയത്തില്ല. ഞാൻ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, ആ വലിയ അരിയുണ്ടോ അത് കൊടുത്തു വിടുന്നേ പറയത്തുള്ളൂ, അല്ലാതെ പേരൊന്നും അറിയത്തില്ല. നേരത്തെ 32 രൂപയൊക്കെ ഉള്ളായിരുന്നു, ഇപ്പോൾ ഇത് 48 എങ്ങാണ്ടായിട്ടുണ്ട്. ചെറുമണിയന് അതിനേക്കായി വിലയാണ്. അവിടെ അപ്പനും മക്കളും കൂടെ എന്തോ മാത്സിൻ്റെ പോൾമോൻ എന്തോ മാത്സ് ചെയ്യുക. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനൊക്കെ പ്രൈസറോട് ചോദിക്കുക. അവിടെ അതാ ഭയങ്കര ബഹളം കേൾക്കുന്നത്. 56. ഞാനിവിടെ പുളിവെള്ളം എടുക്കുന്നുണ്ട് മീൻ കഴുകാനേ. അപ്പോൾ 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഇവിടെ 1-2 പ്രാവശ്യം ഞാൻ കഴുകി. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ അകത്തിട്ട് പിന്നെ വെള്ളം ഞാൻ ആ പുളി എടുത്ത് നമ്മുടെ അരി ഇട്ടില്ലേ അത് തിളച്ച് കഴിഞ്ഞ് അടച്ചിടുമ്പോൾ അതിൻ്റെ മണ്ടയിൽ വെക്കും. അന്നേരം പെട്ടെന്ന് അങ്ങ് മെൽറ്റായിട്ട് നമുക്ക് കിട്ടും. തുണി അങ്ങായി, ഇനി തുണി അങ്ങ് വിരിച്ചിടാം. അപ്പോൾ തുണികളെല്ലാം ഓരോരുത്തരത്തെ പാർട്ടായിട്ട് അങ്ങ് ഫ്രണ്ട് റൂമിലുള്ളത് അങ്ങോട്ട് മാറ്റണം, ഇങ്ങോട്ട് മാറ്റണം, എല്ലാം പാർട്ടാക്കി. അത് ഞാൻ ചെയ്താലേ ഒക്കത്തുള്ളൂ. എന്നിട്ട് അവിടെ വിരിക്കാനുള്ളത് അവിടെ കൊടുക്കും. ഇപ്പോൾ മോനൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലേ, അതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങ് വിരിക്കും. പോളിൻ്റെ ടീഷർട്ടാണ്. എല്ലാം കറുപ്പ്.
അപ്പം ഞാൻ പറയടാ ഒന്ന് ഏതെങ്കിലും വേറെ കളർ എടുക്കടാ, ആൾക്കാർ ചിന്തിക്കും നീ വേറെ ഡ്രസ്സ് മാറത്തില്ല, ഈ ഒരെണ്ണമായിരിക്കും ഇടുന്നതെന്ന്. നമുക്കെല്ലാം അറിയത്തുള്ളൂ ഇവൻ്റെ സ്വഭാവം ഇതാന്ന്. ഇവൻ്റെ സ്വഭാവം എന്താ, ഇതിപ്പോൾ ഓരോ ദിവസവും ഞാൻ കഴിയുന്ന, ഞാൻ ഇന്നിപ്പോൾ 3 എണ്ണം ഉണ്ടായിരുന്നേ. അവൻ ഇപ്പം ട്യൂഷന് പോവാണെങ്കിൽ വന്നിട്ടത് മാറിയിട്ടിട്ട് ചിലപ്പം അടുത്തെടുത്തിട്ടുണ്ട് പോകും. അങ്ങനെ അല്ല, നമ്മളൊക്കെ ആണെങ്കിലും ഒരെണ്ണം ഇപ്പം ഉച്ചയ്ക്ക് വിയർത്തെങ്കിലും അങ്ങ് മാറ്റും, അങ്ങനല്ലേ. ഇതിന്ന് 3 എണ്ണം ഒരു ദിവസത്തെ കയ്യിൽ കിട്ടുന്ന എടുത്തിട്ടുണ്ട് പോകും. എപ്പോഴും നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? അടി കിട്ടല്ലേ നീ എൻ്റെ ഫോൺ അവിടെ ഇരുന്ന് പഠിക്കുക. പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ മൊബൈൽ കൊണ്ടുപോയിട്ട് ഗെയിമിൻ്റെ കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. അതിനാണ് ഞാൻ ഈ വഴക്ക് പറയുന്നത്. അവരുടെ നിന്ന് പഠിക്കുവാണെങ്കിൽ അങ്ങ് പഠിച്ചോട്ടെന്നും പറഞ്ഞു. ഇന്ന് തെന്നിയടിച്ച് വീഴണം, അന്നേരം എൻ്റെ ഇത് ബാക്കി കിട്ടുന്നത് കേട്ടോ. അത് പ്രൈസൻ എന്തു വന്നോ, പോളിൻ്റെ ഒരു ട്രാക്ക് പാൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതൊരിത്തിരി ഒന്ന് മേളിൽ കീറിയായിരുന്നു. അപ്പോൾ അത് ഞാൻ തയ്ച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിടാ കളയണ്ട, അത് ഞാനത് കാലിൻ്റെ അവിടെ മുട്ടിൻ്റെ അവിടെ ഇങ്ങോട്ട് കണ്ടിച്ച് കളഞ്ഞിട്ട് 3/4 ആക്കി. അപ്പോൾ അതിൻ്റെ ബാക്കി ആ 3/4 ബാക്കി കണ്ടിച്ചതുണ്ടല്ലേ, അത് പ്രൈസൻ കാലെ സോക്സായിട്ട് ഇട്ടുകൊണ്ട് നടക്കുക. ഞാനതാ പറഞ്ഞ് തെന്നി വീണ നിന്നെ ഒന്നുകൂടെ ഞാൻ അടിക്കുമെന്ന്. ഇവരുടെ അടുത്ത് നമ്മൾ തമാശയും പറയാനൊക്കത്തില്ല, സീരിയസും പറയാനൊക്കത്തില്ല. അവൻ പറ ഓക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ കുറേ നേരം കൊണ്ട് ഞാൻ പറയാം അത് ഇട്ടുകൊണ്ട് നടക്കരുത്, നീ തെന്നി വീഴുമെന്ന്. അപ്പം മീൻ ഞാൻ 8 എണ്ണം ഉണ്ടായിരുന്നു, 4 എണ്ണം ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിരൽ വയ്യാതിരിക്കുന്ന സമയമായിരുന്നു ഇത്. അത് കഴിഞ്ഞുള്ള വീഡിയോ ഇത്. അതാ ആ വിരളങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മീൻ ഞാൻ പറഞ്ഞില്ലേ, സാമാന്യം തെറ്റില്ലാത്ത മീനായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു, നാട്ടിൽ ആ സ്ഥലം മറന്നുപോയി, ചാകര, ഈ ട്രോളിങ് സമയത്ത് ചാകര വന്നെന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം അമ്മയെടുത്ത് ഞാൻ പറയണം, പറ എത്ര ചാകര വന്നാലും ഇവിടെ ഇന്നലെ അവിടെ മുറ്റത്ത് ഒരു കാക്ക മീൻ കൊണ്ട് ചെല്ലും. അപ്പോൾ നല്ല വിലയാണ് ഇപ്പോഴും മീൻ. അപ്പം ഞാനിതൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. റെഡിയായി. ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് ഈ സൗണ്ട്. എൻ്റെ ബ്രദറിൻ്റെ മക്കളിപ്പം സ്കൂളിൽ പോകുന്നുണ്ടല്ലേ, അവൻ ബസ്സിലാണ് പോകേണ്ടത്. സ്റ്റാർട്ടിങ് വീട്ടിൽ നിന്നാണ് പോകുന്നത്. 7:15 ബസ് വരും. അപ്പോൾ അതിൽ ഇളയാൾക്ക് ബസ്സിൽ കയറുമ്പോൾ എൻ്റെ കൂട്ടാണ് ഛർദിൽ വരും. അങ്ങനെ 3-4 ദിവസം കൊച്ച് ചുരുക്കം ചില ദിവസങ്ങളിൽ കാരണം ഇതുങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഇങ്ങനെ കിടന്ന് കറങ്ങണമെന്ന് പറയുന്നു. കാരണം സ്റ്റാർട്ടിങ് ഇവിടുന്ന് പിന്നെ അവിടുന്ന് കുറങ്ങി ചണ്ണപ്പട്ടയൊക്കെ പോയിട്ട് പിന്നെ ചന്തമുക്കിനൊക്കെ പോയിട്ടാണ് സ്കൂളിൽ എത്തുന്നത്. അപ്പം വീട്ടിൽ വന്നിട്ട് മൂത്തവൻ പറയും, എനിക്കങ്ങ് വിഷമം വന്ന് ജോഷ് ഛർദ്ദിക്കുന്ന കണ്ടിട്ട്. എന്നിട്ട് രാത്രിയിലാണെങ്കിൽ മൂത്തവൻ ചുമയ്ക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇളവൻ ചുമച്ചോണ്ണെ മൂത്തവൻ വിക്സൊക്കെ എടുത്തു കൊടുത്ത് അവൻ തേക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അപ്പനോ അമ്മയോ തേക്കാൻ സമ്മതിക്കത്തില്ല. അവനായതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര മാറ്റിയിരുത്താൻ പോലും സമ്മതിക്കത്തില്ല. അപ്പം വീട്ടിൽ രണ്ടുകൂടെ വഴക്ക് കൂടുവാണെങ്കിൽ പറയും, ജേക്കിനെ നാളെ വേറെ ക്ലാസ്സിൽ ഇരുത്താൻ പറയാമെന്ന്. അപ്പം പറയും അന്നേരം അങ്ങ് അടങ്ങുകയും ചെയ്യും. അന്നേരം പറയും ജേക്കിനെ മാറ്റിയാൽ ഞാനും പോയി ഇരിക്കുമെന്ന് പറഞ്ഞെന്ന്. രണ്ടുപേരും ഭയങ്കര അപ്പനും അമ്മയും എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ രണ്ടുപേരെ എന്തോ പറഞ്ഞാലും ഒരുത്തനെ പറഞ്ഞാൽ മറ്റവൻ പറയും അവനെ അങ്ങനെ പറയില്ലെന്ന്, ഇവനെ പറഞ്ഞാൽ ഇവൻ ചാടും. അങ്ങനെ ഇസ്തിരി ചെയ്ത തുണി കൊണ്ടുവന്ന് അപ്പം ഞാനൊന്നും എണ്ണി നോക്കത്തില്ലായിരുന്നു. ഞങ്ങൾ കൊടുക്കുന്ന ഉടനെ നമ്മൾ എത്ര എന്നുള്ളത് ബുക്കിൽ എഴുതും. കാരണം ചിലപ്പം ലാസ്റ്റ് പിന്നെ അവനും എഴുതും, എന്നാലും നമുക്കൂടെ കണക്കൊന്നും അറിയണ്ടേ, അതുകൊണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നുണ്ടേ ഷർട്ട്, വേറെ ആരുടെയോ ഷർട്ട് ഈ കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പിട്ട് ഞങ്ങളുടെ ഇത് വന്നു. അതിൽ പിന്നെ ഞാൻ പറഞ്ഞ് നമുക്ക് കൊണ്ടുവരുമ്പോഴും ഒന്ന് എണ്ണി നോക്കണമെന്ന്. ചിലപ്പം ഷർട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇത്രയും എന്നും ഇവിടെ വരുന്ന ഉടനെ ഈ ബൈക്ക് നിറച്ച് ഒരു ആക്റ്റീവ ഉണ്ട്, അത് നിറച്ചാണ് കെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ ചിന്തിക്കും ഇവർക്ക് മാറിപ്പോകത്തില്ലയോ ദൈവമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകൾ.
പിന്നെ അങ്ങനെ ആ ഷർട്ട് കണ്ടോടെ പിന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുമ്പോഴും നമുക്കൊന്ന് എണ്ണി നോക്കണമെന്ന്. ഒരു പ്രാവശ്യം നല്ല 2 ഷർട്ട് അതിന് റൈച്ചാനിന് പുതിയത് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തുവാന്നോ, ആ പുള്ളിക്കാരൻ്റെ മോനായിരുന്നു വന്നത്. അവനില്ല ശരിക്കെങ്ങാണ്ട് വണ്ടിക്കകത്ത് വെക്കാതെ വണ്ടിയിൽ നിന്നെങ്ങാണ്ട് അത് തറയിൽ പോയ. പിന്നെ എന്തോ ചെയ്യും, നമ്മളെന്തോ ചെയ്യാനാണ് പോയത്. പുതിയ ഷർട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ മീൻകറിയൊക്കെ റെഡി ആയായിരുന്നു. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രീസമ്മോന് അനാറിരിപ്പുണ്ടായിരുന്നു, മാതള നാരങ്ങ. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ അത് പൊളിച്ച് കൊടുത്ത്. നേരത്തെയൊക്കെ പൊളിക്കുമ്പോൾ എൻ്റെ കയ്യിലാവുമായിരുന്നു. ഇപ്പോൾ പൊളിക്കാനൊരു നമുക്കൊരു തരിക്ക് അറിയാം. അപ്പോൾ അതനുസരിച്ച് അങ്ങ് പൊളിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം നിറക്ഷം വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.